കണ്ണൂരിലെ SFI പ്രതിഷേധത്തിൽ കേസെടുത്ത പോലീസ്. SFI ജില്ലാ സെക്രട്ടറി ജോയൽ തോമസ്, കണ്ടാൽ അറിയാവുന്ന മറ്റ് 20 പേർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. വിവരങ്ങളുമായി സന്തോഷ് എം കൂടി കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, ഈ സംസ്ഥാനത്തുടനീളം നടക്കുന്ന പ്രതിഷേധത്തിലടക്കം, സമാധാനപരമായ പ്രതിഷേധത്തിലടക്കം ഒരു നടപടിയെടുക്കുന്ന അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് സമീപനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോഴും പോലീസ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള അറസ്റ്റ് പശ്ചാത്തലം എന്താണ് വിവരങ്ങൾ? ഈ 23-ാം തീയതിയായിരുന്നു കണ്ണൂരിലെ പ്രതിഷേധം. ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത SFIയുടെ നേതാവായിരുന്ന കശ്യപിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് മറ്റ് നടപടികളിലേക്ക് കടന്നിരുന്നു. അന്ന് ഈ കശ്യപിനെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസുമായി പോലീസ് മുന്നോട്ട്. ഇപ്പോൾ SFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള 20 ആളുകൾക്കെതിരെ ഇപ്പോൾ പോലീസ് വീണ്ടും കേസെടുത്തിരിക്കുകയാണ്. അന്ന് ഈ സമരം ചെയ്ത വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോയപ്പോൾ അത് പോലീസ് സ്റ്റേഷന് മുന്നിൽ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ആ പ്രതിഷേധത്തിൽ ാണ് 20-ൽ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ 20ഓളം പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ വലിയ സമരങ്ങൾ ദില്ലിയിൽ നടന്ന് അതിന് രാജ്യവ്യാപകമായ ശ്രദ്ധ ലഭിക്കുകയും കേന്ദ്രമന്ത്രി രാജിവെക്കുകയും ഉൾപ്പെടെയുള്ള ഉണ്ടായി. അത് യഥാർത്ഥത്തിൽ ഈ BJP സർക്കാരിനെതിരെയുള്ള രാജ്യത്തെ തന്നെ വലിയ ഒരു വിദ്യാർത്ഥി യുവജന മുന്നേറ്റമായിരുന്നു. എന്നാൽ കേരളത്തിലെ UDP സർക്കാർ ചെയ്യുന്നത് ആ സമരത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന സമരങ്ങളെ, അതിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ കള്ളക്കേസുകളെടുത്ത് ജയിലിൽ അടച്ച് പീഡിപ്പിക്കുക എന്നുള്ള നിലയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അത്തരത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കെതിരെ, ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനെയാണ് ഇപ്പോൾ പ്രതിഷേധം അതിൽ സർക്കാരിന്റെയും നടപടികൾക്കെതിരെ ഉയർന്നു വരികയാണ്. സന്തോഷമാണ് വിവരങ്ങളുമായി ചേർന്നത്.